നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു സെറ്റപ്പ് കണ്ടിട്ട് നിങ്ങൾ ആലോചിക്കേണ്ടത് എന്താണെന്നുള്ളത്. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ iPhone 11ൻ്റെ ഗെയിമിംഗ് പെർഫോമൻസ് അല്ലെങ്കിൽ ഗെയിമിങ്ങിൽ എങ്ങനെയാണ് iPhone 11 പെർഫോം ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ലൈവായിട്ട് നോക്കാൻ പോകുന്നത്. ഇതെങ്ങനെയാണ് നോക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ഗെയിമിംഗ് ചാനലുണ്ട്. ഞാൻ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോണിൽ ഒരുപാട് തവണ ലൈവ് സ്ട്രീമും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ലൈവ് സ്ട്രീം ചെയ്ത ഒരു സെറ്റപ്പിൽ തന്നെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. നമ്മളിന്ന് ഏറ്റവും ലോ ഗ്രാഫിക്സിൽ നിന്ന് PUBG മൊബൈൽ ഹൈ ഗ്രാഫിക്സിലൊക്കെ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് എന്നുള്ളതെല്ലാം കറക്റ്റായിട്ട് എക്സാക്റ്റ് ആയിട്ട് നോക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ഈ ഒരു ഫോൺ പെർഫോം ചെയ്യുന്നത്, ഇതിനകത്ത് എന്തെങ്കിലും ലാഗോ കാര്യങ്ങളോ വരുന്നുണ്ടോ, എന്തൊക്കെയാണ് അഡ്വാൻറ്റേജ്, എന്തൊക്കെയാണ് ഡിസഡ്വാൻറ്റേജ് എന്നുള്ളതെല്ലാം ഞാൻ കംപ്ലീറ്റ്ലി പറയുന്നുണ്ട്. ഇത് കുറച്ച് ചിലപ്പോൾ ഒരു നല്ല ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കാം. നിങ്ങൾക്ക് ഞാൻ ഫോണും അതോടൊപ്പം തന്നെ ലൈവായിട്ടൊരു സ്ക്രീനും കൂടി കാണിച്ചിരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എക്സാക്റ്റ് ആയിട്ട് റിയൽ ടൈം ആയിട്ട് കാണാം അവിടെ എന്താണ് സംഭവിക്കുന്നത്, ലാഗ് വരുന്നുണ്ടോ, ടച്ച് ഇഷ്യൂ വരുന്നുണ്ടോ, എന്താണെന്നുള്ളതെല്ലാം ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഒരുപാട് ഹാർഡ് വർക്ക് ഞാൻ ഇതിൻ്റെ പുറകിൽ എടുത്തിട്ടുണ്ട്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. ഗോം ഗെയിംസ് എന്ന ഗെയിമിംഗ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. നിങ്ങൾ ഗെയിമിംഗ് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുക, നിങ്ങൾക്ക് അതിനകത്ത് കയറി നോക്കാവുന്നതാണ്. ഞാൻ എന്നും ലൈവ് സ്ട്രീമൊക്കെ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഡയറക്റ്റ്ലി നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും എൻ്റെ ഒരു ഫേസ് ക്യാമിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് റൈറ്റ് സൈഡിലായിട്ട് ഇതിൻ്റെ ഹാൻഡ് ക്യാമും കൂടി കാണാൻ പറ്റും. ഈ ഹാൻഡ് ക്യാമിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ കളിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ അകത്ത് ഈ ഫോണിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു വ്യൂവും കൂടി. ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി ചിലപ്പോൾ കുറച്ച് കുറവായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഞാൻ യൂസ് ചെയ്യുന്ന മൈക്കല്ല ഇതിനകത്ത് യൂസ് ചെയ്തിരുന്നത്, സ്ട്രീം ചെയ്യുന്ന സമയത്തുള്ള മൈക്കാണ്. ക്വാളിറ്റി ചെറുതായിട്ട് കുറവാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഹാൻഡ് ക്യാമും എല്ലാം കാണാൻ പറ്റും. ഞാനിപ്പോൾ PUBG ആണ് ഇതിനകത്ത് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. PUBG ഓപ്പൺ ചെയ്തിട്ട് ഗ്രാഫിക്സ് സെറ്റിങ്സ് നോക്കുന്ന സമയത്ത് നോർമലി എല്ലാവരും നല്ല പെർഫോമൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ലോ എൻഡ് ഡിവൈസിലായാലും ഹൈ എൻഡ് ഡിവൈസിലായാലും ഇടുന്ന സെറ്റിങ്സ് ആണ് സ്മൂത്ത് ഗ്രാഫിക്സ്. അതായത് ഗ്രാഫിക്സ് സ്മൂത്തിലിട്ടിട്ട് അതിൻ്റെ എന്താ പറയുക ഫ്രെയിം റേറ്റ് എക്സ്ട്രീമിലേക്ക് മാറ്റുക. എക്സ്ട്രീമിലേക്ക് മാറ്റിയതിന് ശേഷം സ്റ്റൈല് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എടുക്കാം. ആൻറ്റി അലിയാസിങ് ഓഫാണ്. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു സെറ്റിങ്സ്, അതായത് ഏറ്റവും ലോവർ ആയിട്ടുള്ള സെറ്റിങ്സ് ഇട്ടിട്ട് PUBG കളിക്കാൻ പോവാണ്. ഇപ്പോൾ എൻ്റെ ഫോൺ എൻ്റെ കയ്യിൽ പിടിക്കുന്ന സമയത്ത് ഇതിൻ്റെ എന്താ പറയുക ഇതിൻ്റെ ഹീറ്റ് എന്ന് പറഞ്ഞാൽ നോർമലാണ്, ഭയങ്കര നോർമലാണ്. എപ്പോഴും നിങ്ങൾ iPhone 11 മേടിക്കുന്നുണ്ടെങ്കിൽ ഒരു കേസ് ഞാൻ ഉറപ്പായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത്, ഒരു ഹൈ ക്വാളിറ്റി കേസ് തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യുക. ഇതേപോലത്തെ ഹൈ ക്വാളിറ്റി കേസുകൾ നമുക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആണ്. ഇത് പർച്ചേസ് ചെയ്യുക, ഇതേപോലത്തെ നല്ല കേസുകൾ പർച്ചേസ് ചെയ്യുക. കാരണം ഈ ഫോൺ കുറച്ച് സ്ലിപ്പറിയാണ്. അത് മാത്രമല്ല ഇത് താഴെ വീണ് കഴിഞ്ഞാൽ നല്ലൊരു എമൗണ്ട് ഓഫ് കാശ് തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പോവും. ഞാനിപ്പോൾ ഗെയിമിൽ കയറിയിട്ടുണ്ട്. ഗെയിമിൽ കയറിയ സമയത്ത് എനിക്ക് 60 FPS കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. കാരണം എനിക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് 60 FPS കിട്ടിയതായിട്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടോ, 60 FPS എനിക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു 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 ഷേക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല, നല്ല സ്മൂത്തായിട്ട് തന്നെ ഉണ്ട്. കണ്ടോ, നല്ല സൂപ്പർ സ്മൂത്തായിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ കൈ വേർതിരുന്ന് കഴിഞ്ഞാൽ ചെറുതായിട്ട് നമ്മുടെ കൈ കയറി ഇവിടെ ഒന്ന് പിടിക്കും. അത് മാത്രമല്ലാണ്ട് അല്ലാണ്ട് വേറൊരു പ്രശ്നമില്ല. ഗ്രാഫിക്സ് ഒക്കെ നോക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് നല്ല പക്കയായിട്ട് തന്നെയുണ്ട്. അത് മാത്രമല്ല എന്താ പറയുക, ചില ഫോണുകളിൽ നമ്മൾ കളിച്ചു കഴിഞ്ഞാൽ അങ്ങ് ദൂരെയുള്ള ഒരു ഇത് കണ്ടോ മരമൊക്കെ, അതൊന്നും വലിയ ക്വാളിറ്റി ഉണ്ടാവില്ല ഈ സ്മൂത്തിലൊക്കെ ഇട്ട് കളിക്കുന്ന സമയത്ത്. പക്ഷേ ഇതിനകത്ത് നല്ലതുപോലെ അതെല്ലാം റെൻഡർ ആവുന്നുണ്ട്. വളരെ നല്ല കാര്യം. ആൻഡ് കളേഴ്സ് എല്ലാം ഓക്കെയാണ്, ഒരു പ്രശ്നമില്ല. ഇതിനകത്ത് നമുക്ക് മാക്സിമം എനിക്ക് ആ ഒരു FPS ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ആ ഒരു സ്മൂത്ത്നെസ് നല്ലതുപോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. നല്ലതുപോലെ എനിക്ക് ആ സ്മൂത്ത്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ഈ ഒരു ഫോണിൻ്റെ അകത്ത് നല്ലതുപോലെ കളിച്ച് പഠിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു കളിയും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ബൂട്ട് ക്യാമ്പിലേക്ക് ജസ്റ്റ് ഒന്ന് ചാടി നോക്കാം. ഗെയിമിംഗ് പെർഫോമൻസ് എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണല്ലോ. ഇതിനകത്ത് എടുത്ത് പറയേണ്ടത് എൻ്റെ ടച്ച് റെസ്പോൺസ് ആണ്. ആപ്പിള് എല്ലാ ഫോണുകൾക്കും ഐപാഡിലായാലും ഐഫോണിലായാലും അവർ കൊടുത്തിരിക്കുന്ന ടച്ച് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലാണ്. നല്ല കിഡിലൻ ടച്ച് റെസ്പോൺസ് ആണ്. എനിക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് ചെറുതായിട്ട് എൻ്റെ ഫിംഗർ ചെറുതായിട്ട് അനങ്ങുമ്പോൾ തന്നെ അവിടെ കണ്ടോ നല്ലതുപോലെ ആക്ഷൻസ് അവിടെ റെസ്പോൺസ് പോകുന്നുണ്ട്. ഞാൻ ഈ പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനുള്ളൂ. ഞാനിത് സ്ക്രിപ്റ്റ് ചെയ്യാത്തത് കൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് വരുന്നില്ല നാക്കിൽ. ആരെങ്കിലും കൊല്ലാൻ കിട്ടുമോ നോക്കട്ടെ. ഒരാളെ കൊന്നിട്ടുണ്ട്. ഇവിടെ ഷോട്ട് ഗണ്ണൊക്കെ വെച്ച് അവനെ തകർക്കും.
ഞാൻ ചാവും എന്നുള്ളത് തന്നെ എനിക്കറിഞ്ഞൂടെ, ചാവോ ഇല്ലയെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. ഓ അവൻ അവിടെ നിന്ന് തന്നെ വെടിവെച്ചു. എന്നെ കൊന്നു. സോ നമ്മൾ സ്മൂത്തിലിട്ടിട്ടുള്ള ഗെയിം പ്ലേ കളിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ നല്ലൊരു പെർഫോമൻസ് തന്നെയുണ്ട്, സൂപ്പർ പെർഫോമൻസ്. കാരണം ഐഫോണിൻ്റെ ഗെയിമിംഗ് പെർഫോമൻസിനെ കുറിച്ച് നമ്മൾ പറയേണ്ടതില്ല. പക്ഷേ ഇവിടെ ഒരു കാര്യം പറയണം, അത് ഈ ക്യാമറയുടെ ഈ പാർട്ടുണ്ടല്ലോ, ഇവിടെയായിട്ട് നല്ലതുപോലെ ചൂട് ആവുന്നുണ്ട്, നല്ലതുപോലെ. എൻ്റെ കയ്യിൽ ആ ഒരു ടെമ്പറേച്ചർ നോക്കുന്ന സാധനമില്ല. ഇവിടെയായിട്ടാണ് നല്ലതുപോലെ. നിങ്ങൾക്ക് ഇവിടെ ഫോക്കസ് ആവുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ഇവിടെയായിട്ട് നല്ലതുപോലെ ചൂട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഹീറ്റിൻ്റെ ഇഷ്യൂവിൻ്റെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഗ്രാഫിക്സൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് സ്ട്രോങ് ആക്കാം. നമുക്ക് ഇവോ ഗ്രൗണ്ട് കളിക്കാം, ഇതാ നല്ലത്. എൻ്റെ ഗ്രാഫിക്സ് സെറ്റിങ്സ് നമുക്കൊന്ന് ഏറ്റവും മേളിലേക്ക് ആക്കാം. അതായത് അൾട്രാ HD വന്നിട്ടില്ല, HDR വന്നിട്ടുണ്ട്, എക്സ്ട്രീം. സോ ഇതാണ് നമ്മുടെ സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ HDR + എക്സ്ട്രീം FPS. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഇതെങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്. അതായത് ഇതിൻ്റെ ഒരു എക്സ്ട്രീമിലാണ് ഇട്ടിരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് 60 FPS കിട്ടുമോ എന്നുള്ളത് നല്ല ഡൗട്ടാണ്. 60 FPS കിട്ടണമെന്നില്ല, എൻ്റെ ഒരു അഭിപ്രായത്തിൽ കിട്ടത്തില്ല. പക്ഷേ ഇറ്റ്സ് സ്മൂത്ത്. ലൈക്ക് ഞാൻ ഇതിലിട്ട് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. എനിക്ക് ആ ഒരു 60 FPS നിന്ന് ഇതിലേക്ക് വന്ന സമയത്ത് FPS ഇവിടെ കുറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കാരണം ആ ഒരു ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. എനിക്ക് കറക്റ്റായിട്ടുള്ളതുപോലെ തന്നെ ഫീൽ ചെയ്യും. അതായത് നമ്മൾ എത്രയാണോ സ്മൂത്തിൽ കളിച്ചത് അതുപോലെ തന്നെ എനിക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യുന്നത്. സോ ഇതിനകത്ത് ഗ്രാഫിക്സ് എന്ന് പറഞ്ഞാൽ എല്ലാം എക്സ്ട്രീമാണ്, എല്ലാം ടോപ്പായിട്ട് ഇട്ടിരിക്കുകയാണ് കേട്ടോ. നമുക്ക് കുറച്ച് നേരം ഒന്ന് കളിച്ചു നോക്കാം. എനിക്കിതിനകത്ത് കളിക്കാറില്ല കേട്ടോ, അത് ഞാൻ പ്രത്യേകം പറയാണ്. ഞാൻ ഐപാഡിലാണ് കളിക്കുന്നത്. സോ നിങ്ങൾ ഇതിനകത്ത് ചോദിച്ചതുണ്ട്. അയ്യോ, റീലോഡ് ചെയ്യുന്ന ബട്ടൺ എവിടെ? റീലോഡ് ബട്ടൺ എവിടെ? Team victory. സോ ഗൈസ്, നമ്മൾ ഒരു മാച്ച് കളിച്ചിട്ടുണ്ട്. ഒരു മാച്ച് കളിച്ച സമയത്തുള്ള ഒരു ഓവർവ്യൂ ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ഒരു തരത്തിലുള്ള ലാഗോ കാര്യങ്ങളോ ഒന്നും തന്നെ ഫീൽ ചെയ്തില്ല കേട്ടോ. ഞാൻ ആ 60 FPS, അതായത് നമ്മൾ സ്മൂത്തിലിട്ട് കളിച്ചപ്പോൾ അതേ ഒരു ഗെയിം പ്ലേ എക്സ്പീരിയൻസ് തന്നെയാണ് നമ്മൾ ഹൈയിലിട്ട് കളിക്കുന്ന സമയത്തും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ടു ബി ഓണസ്റ്റ്, ഞാൻ സീരിയസ് ആയിട്ടും പറയുന്നതാണ്. ഞാൻ ഇതിൻ്റെ അകത്ത് ഈ ഫോൺ വാങ്ങിച്ചതിന് ശേഷം ലോയിലിട്ടേ കളിച്ചുള്ളൂ. ഹൈയിലിട്ട് ഞാൻ ആദ്യത്തെ വട്ടമാണ് കളിക്കുന്നത്. എനിക്ക് ഒരു തരത്തിലുള്ള ഇഷ്യൂസും തോന്നുന്നില്ല. സോ വേണമെങ്കിൽ ഞാനൊരു സനോക്ക് ഞാൻ ഇട്ട് കാണിച്ചു തരാം. കാരണം എനിക്ക് ഒരു തരത്തിലുള്ള പ്രശ്നവും തോന്നുന്നില്ല, ഒരു തരത്തിലുള്ള ഡിഫറൻസും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. എക്സാക്ട്ലി സെയിം. നോക്കിയേ, നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ കാണാമല്ലോ, എക്സാക്ട്ലി സെയിം ആയിട്ട് തന്നെ ഇരിക്കും. ഇത് ഹൈയിലാണ് മൊത്തത്തിൽ. ആ ഒരു ഡീറ്റെയിൽസും ആ ഒരു റിഫ്ലക്ഷൻസും എല്ലാം അതേപോലെ തന്നെ വരുന്നുണ്ട്. സോ PUBG ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ ഒരു ഫോണ് കളിക്കാൻ, അല്ലെങ്കിൽ ഈ ഫോൺ വാങ്ങുന്നത് തന്നെ PUBG എന്ന ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ PUBG എന്ന ഗെയിം ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ട്രൈ ചെയ്യുന്നത്, റിയൽ ടൈമായിട്ട് ട്രൈ ചെയ്യുന്നത്. സോ പറയാനായിട്ടാണെങ്കിൽ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗത്ത് ഗെയിം കളിച്ച് തീരാറാവുന്ന സമയത്തൊക്കെ ഒരു നല്ലൊരു ചൂട് അനുഭവപ്പെടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു കേസ്, ഇതേപോലത്തെ ഒരു കേസ് ഉറപ്പായിട്ടും വാങ്ങുക. നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ ഒരു കേസ് ഉറപ്പായിട്ടും വാങ്ങിച്ചിടുക. കാരണം ആ ഒരു ഹീറ്റ് നിങ്ങളുടെ കയ്യിൽ അടിക്കുന്ന സമയത്ത് നിങ്ങളുടെ കൈ വേർക്കുന്ന സമയത്ത് അത് നിങ്ങളുടെ ഗെയിം പ്ലേയെയും നിങ്ങളുടെ ഗെയിമിനെയൊക്കെ അഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പറഞ്ഞാണ്. ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് ഈ ഒരു മാച്ചും കൂടി കഴിഞ്ഞിട്ട് ആസ്ഫാൾട്ട് 9 കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്.
ഓപ്പൺ ചെയ്തിട്ടുള്ള ആസ്ഫോൾട്ട് 9 ആണ്. നമുക്ക് ഈ ആസ്ഫോൾട്ട് 9 ഒരിക്കലും മാറ്റി വയ്ക്കാൻ പറ്റില്ല. കാരണം ഫോൺ കമ്പനികൾ അവരുടെ പ്രൊസസ്സേഴ്സും അവരുടെ റിഫ്രഷ് റേറ്റും എല്ലാം കൂട്ടുന്നതിനനുസരിച്ച് ഒരു ഗെയിമിനെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആസ്ഫോൾട്ട് 9 ആണ്. ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയോടനുസരിച്ച് അപ്ഡേറ്റ് ആവുന്ന ഗെയിം എന്ന് പറഞ്ഞാൽ ഗെയിം ലോഫ്റ്റിൻ്റെ ആസ്ഫോൾട്ട് 9 ആണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഗെയിമിനെ ഒരിക്കലും മാറ്റി വയ്ക്കാൻ പറ്റില്ല. നമ്മൾ ഇതും കൂടി ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. ഓ, എന്ത് സ്മൂത്തായിരുന്നു. രക്ഷയില്ല. ഞാൻ ഈ ഗെയിം ഇന്ന് ഡൗൺലോഡ് ചെയ്തുള്ളൂ കേട്ടോ. ഇതിനകത്ത് ഞാൻ ട്രൈ ചെയ്തില്ല. ഇതൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണല്ലോ. ഇത് സ്മൂത്താന്ന് നോക്കി. ഓ, ഇതിപ്പോൾ കുറച്ച് ട്യൂട്ടോറിയൽസ് ഉണ്ട്, അതായത് ലോഡായിട്ടുണ്ട്. ഇത് ഭയങ്കര ഒരു കിള്ള ഗെയിമാണ്. നോക്കി ആ ഒരു ടെക്സ്ചേഴ്സൊക്കെ നോക്കി എന്ത് പക്കയായിട്ടുണ്ട്. ആ ഒരു ഇത് നമുക്ക് ഫീൽ ചെയ്യുന്ന ആ ഒരു സ്മൂത്ത്നെസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ മറ്റേ OnePlusന്റെ റിഫ്രഷ് റേറ്റ് നല്ലതുപോലെ നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഗെയിം കളിച്ച സമയത്ത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഇവിടെ ഒന്നും വലിയ ചൂടില്ല. ഇവിടെ ഒന്നും വലിയ ചൂടില്ല. പക്ഷെ PUBG കളിച്ച സമയത്ത് ഈ ഭാഗത്തായിട്ട് ഒരു നല്ല ചൂടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ ഒന്നും വലുതായിട്ട് ചൂടില്ല. ഭയങ്കര ഇതായിട്ടിരിക്കുന്നു. എനിക്ക് എന്താണ് അതിൻ്റെ പുറകിലുള്ള സെറ്റപ്പ് എന്ന് മനസ്സിലായിട്ടില്ല. സോ നമുക്ക് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നമ്മൾ 2 ഗെയിമുകൾ കളിച്ചിട്ടുണ്ട്. PUBGയും കളിച്ചിട്ടുണ്ട്, ആസ്ഫോൾട്ട് 9ഉം കളിച്ചിട്ടുണ്ട്. PUBG കളിച്ച എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്മൂത്തിലിട്ട് കളിച്ചു, എന്നിട്ട് ഹൈ ഗ്രാഫിക്സിലിട്ട് കളിച്ചു. എനിക്കൊരു വ്യത്യാസവും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ആൻഡ്രോയിഡിലാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും. സ്മൂത്തിൽ ഒരു 60 കിട്ടുന്ന പോലത്തെ നമുക്ക് ഫീൽ കിട്ടും. പക്ഷേ അതേസമയം OnePlus 7Tയിൽ നമ്മൾ ഗ്രാഫിക്സ് കൂട്ടിക്കഴിഞ്ഞാൽ ആ ഒരു FPS ഡ്രോപ്പ് ചെയ്തതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. റോഗിലും ആ ഒരു FPS ഡ്രോപ്പ് ചെയ്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ബട്ട് iPhone 11 ആ ഒരു FPS ഡ്രോപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അവിടെ എനിക്ക് തോന്നുന്നു FPS അവിടെ ഡ്രോപ്പ് ആവുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ആസ്ഫോൾട്ട് 9 കളിച്ച സമയത്ത് നമ്മൾ OnePlus 7Tയിൽ കളിച്ച സമയത്ത് അവിടെ ഒരു റിഫ്രഷ് റേറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ കുറച്ചുകൂടി സ്മൂത്തായിട്ട് കിട്ടി. പക്ഷേ ഇതിനകത്ത് എന്താ സംഭവം എന്ന് വെച്ചാൽ സ്മൂത്ത്നെസ്സും ഉണ്ട്, അതോടൊപ്പം തന്നെ കുറച്ചുകൂടി ഗ്രാഫിക്സും അതിൻ്റെ അകത്തുള്ള ടെക്സ്ചേഴ്സും എഫക്ട്സ് ഒക്കെ ഭയങ്കര കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ലെവലിൽ കുറച്ചുകൂടി മനസ്സിലാക്കാൻ പറ്റും, കുറച്ചുകൂടി ഗെയിം എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ iPhone 11ൻ്റെ ഒരു നല്ലൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസും ഗെയിമിംഗ് റിവ്യൂ നിങ്ങൾ ചോദിച്ചതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ഇട്ടത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇതിനകത്ത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത രീതിയിലല്ല ഈ വീഡിയോ വന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഡിസ്ലൈക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാണ്, കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു വീഡിയോ വന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. സോ എൻ്റെ ഗെയിമിംഗ് ചാനലും കൂടി ഒന്ന് ചെക്കൗട്ട് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. പറ്റുകയാണെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ബൈ ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുന്നതായിരിക്കും. ബൈ.